ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഔഷധിയിലും സർക്കാർ ആശുപത്രികളിലും അംഗൻവാടിയിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഔഷധിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഔഷധി കുട്ടനെല്ലൂർ ഫാക്ടറിയിൽ മെഷീൻ ഓപ്പറേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക വ്യവസ്ഥയിൽ 1 വർഷത്തേക്കുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ITI അല്ലെങ്കിൽ ITC അല്ലെങ്കിൽ +2 ആണ്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. പ്രായപരിധി വരുന്നത് 18 മുതൽ 41 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 14,700 രൂപയാണ് ലഭിക്കുന്നത്. അർഹരായ വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടങ്ങൾ പ്രകാരമുള്ള വയസ്സളവ് ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഗൂഗിൾ ഫോം വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഔഷധിയുടെ തൃശ്ശൂർ കുട്ടനെല്ലൂർ ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം തപാൽ മാർഗവും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് 22/7/2026 വരെയാണ്. അപേക്ഷയിൽ ഫോൺ നമ്പർ നിർബന്ധമായും രേഖപ്പെടുത്തണം. തപാൽ വഴി അപേക്ഷ അയക്കേണ്ട വിലാസം: ഔഷധി, ഇത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ, IM കേരള ലിമിറ്റഡ്, കുട്ടനെല്ലൂർ, തൃശ്ശൂർ. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് STP ഓപ്പറേറ്റർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ജൂലൈ 3 രാവിലെ 10:30 ആശുപത്രി മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിൽ നടക്കും. ഫാർമസിസ്റ്റ് തസ്തികയിൽ അപേക്ഷിക്കുന്നവർ ഗവൺമെൻറ് അംഗീകൃത ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് പാസ്സായിരിക്കണം. കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ പുതുക്കിയ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. STP ഓപ്പറേറ്റർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ ഗവൺമെൻറ് അംഗീകൃത ഡിപ്ലോമ അല്ലെങ്കിൽ ITI, ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് എന്നിവ പാസ്സായിരിക്കണം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ജൂലൈ 3 രാവിലെ 11 മണിക്കാണ് അഭിമുഖം. നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഹാജരാകണം. അടുത്തത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസ് പരിധിയിലുള്ള പന്നിയങ്കര അങ്കണവാടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അങ്കണവാടി കം ക്രഷിലേക്ക് ഹെൽപ്പറുടെ തസ്തികയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിൽ സ്ഥിര താമസമായിരിക്കണം അപേക്ഷകർ. 2026 ജനുവരി 1 35 വയസ്സ് തികയാത്ത 18 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. യോഗ്യത 10ാം ക്ലാസ് ആണ്. അവസാന തീയതി ജൂലൈ 4 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നഴ്സ്, ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2, ആയുർവേദ തെറാപ്പിസ്റ്റ്, ഫാർമസി അറ്റൻഡർ, നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ജൂലൈ 3 രാവിലെ 10:30 കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 90 ദിവസത്തേക്കാണ് നിയമനം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സിദ്ധ അറ്റൻഡറുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ 90 ദിവസ കാലയളവിലേക്ക് പ്രതിദിന വേതനം 750 രൂപ നിരക്കിൽ പ്രതിമാസം 20,250 രൂപയിൽ നിയമനം നടത്തുന്നതിന് കൂലിമല സിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന ഭാരതീയ ചികിത്സാ വകുപ്പ് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ജൂലൈ 3 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടത്തും. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ ഗവൺമെൻറ് അംഗീകൃത സിദ്ധ മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.